ലീല തോമസ് അതുകൊണ്ട് പിന്നെ അവിടെ കോളേജ് പ്രൊഫസേഴ്സ്, ബാങ്ക് ഓഫീസേഴ്സ്, കമ്പനി എക്സിക്യൂട്ടീവ്സ്, ബിസിനസ്മെൻ, പ്രൊഫഷണൽസ്, NRIs അങ്ങനെ എല്ലാ ബികോംകാരുണ്ട്. ബികോംകാരുണ്ട്. ബികോംകാരായിട്ട് അത് സൈഡ് ബിസിനസ്സാണ് അല്ലേ? NRI ആണ്. ബികോംകാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ രണ്ടുപേരും അതിനകത്ത് കൂടിയിരുന്നു. ചായ കഴിച്ചു, കാപ്പി കൂടെ നമ്മുടെ സാനിയയിൽ കൂടിയത് പ്രശ്നങ്ങൾ. അത് മിസ്റ്റർ സിബിയും സെലീം സാറും കൂടെ കൂടിയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അന്ന് ചെയ്തിരുന്നത്, ഓർഗനൈസ് ചെയ്തതൊക്കെ. അതിനുശേഷം അന്നത്തെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ കയ്യിലേക്ക് വാട്സപ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കും അതിനകത്ത് ചെയ്യാൻ സാധിക്കും. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് സ്ഥിതിയാണ്. അവിടെയാണ് ബുദ്ധിമുട്ട്. എനിക്ക് കിട്ടിയപ്പോൾ വളരെ സൗകര്യമായി. വാട്സാപ്പ് സൗകര്യമെല്ലാം ഉണ്ട്. വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. അല്ല, ഞാൻ ശരിക്കും ബുദ്ധിമുട്ടി. എനിക്ക് സൗകര്യം കൂടെ കിട്ടി, അത് ചെയ്യാനുള്ള സൗകര്യം കൂടെ അടുത്ത സമയത്ത് തന്നെ പലർക്കും മൊബൈൽ വാട്സപ്പ് ഇല്ല. മൊബൈൽ ഉണ്ടെങ്കിലും വാട്സപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ നിർബന്ധിച്ചിട്ടാണ് എല്ലാവരും വാട്സപ്പ് എടുപ്പിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്നത്. എല്ലാവർക്കും ആയിട്ടുണ്ട്. എല്ലാവരും നമ്മൾ എത്ര പേരുണ്ടെന്ന് അറിയാമോ? നമ്മുടെ പഴയ വാച്ചിലും അവശേഷിക്കുന്നവര് അല്ല, പേര് ലിസ്റ്റായിട്ടുണ്ടോ? ലിസ്റ്റാണെന്ന് വായിച്ചാൽ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. പേര് ഒന്ന് വായിച്ചു വിട്ടാല് ഇപ്പം ജീവിച്ചിരിക്കുന്നവരാണ്. ആ ലിസ്റ്റ് വായിക്കുമ്പോഴേ വരാത്തവരുടെ ആയിട്ട് രണ്ടായിട്ട് വയ്ക്കാമെങ്കിൽ കുറച്ചുകൂടി വരാത്തവരുടെ ലിസ്റ്റ്. അല്ല, അപ്പൊ ഇന്ന് എത്ര പാർട്ടിസിപ്പന്റ് ഉണ്ട്? അത് കൺഫേം ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ജയപ്രകാശ്. ഞാൻ 1976 കോഴ്സിന് ശേഷം ഗവൺമെൻറ് അതോറിറ്റിൻ്റെ 2 വർഷത്തോളം വർക്ക് ചെയ്തു. ഇത് തിരിച്ചു വന്ന് 1976 CA ചെയ്തു. 70 കോഴ്സ് 71 വരെ കോഴ്സ് ഇടയിൽ ഞാൻ ഇന്റർമീഡിയറ്റ് പാസ്സായി. അതിനുശേഷം സൗദി അറേബ്യയിൽ 28 വരെ വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് കല്യാണം കഴിഞ്ഞു, 2 മക്കൾ. പിന്നെ തിരിച്ചു വന്നിരുന്ന മക്കളുടെ രീതിയിൽ നിന്നാണ് പഠിച്ചത്. ഫൈനൽ പാസ്സായി 1990 ഫൈനൽ പാസ്സായി. അതിനുശേഷം എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. വൈഫ് നേവിൽ ഡോക്ടറായിരുന്നു, റിട്ടയർ ചെയ്തു. സൂപ്പർ കോൺട്രാക്ട് ബേസിസിൽ INS സഞ്ജീവനിയിൽ വർക്ക് ചെയ്തു. മക്കൾ മൂത്ത ആൾ ദേവപ്രകാശ്, അവന് അറിയപ്പെടുന്ന ഒരു ഗായകനാണ്. അതായത് ഞങ്ങൾ കുടുംബത്തോടെ ഗായകരാണ്. അവൻ സൗണ്ട് എഞ്ചിനീയറാണ്. എറണാകുളത്ത് തന്നെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ നൽകി. കണ്ണൂർ താമസം. മോള് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. അവൾ ആന്ധ്രാപ്രദേശിൽ വർക്ക് ചെയ്തു. ഞങ്ങൾ എല്ലാ എറണാകുളത്താണ് താമസം. ഏറ്റവും വന്ന് കൂടുന്നു ബഡ്ജറ്റിലായിരുന്നു. ഒരു സംശയം, പാട്ട് പാടുന്ന മാനാണ്.